ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇവളിതാ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റതാണ്. ഓളെ മൂഡ് അത്ര ശരിയുണ്ടായിട്ട, കാരണം കരിഞ്ഞോണ്ട് തന്നെയാണ് എണീച്ചത്. അപ്പോൾ ഓക്കുള്ള ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായി അമ്മ. അതപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു അമ്മനോട് ഞാൻ കൊടുക്കാം ഫുഡ്, ബോട്ടിലിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സാധനം ആദ്യം എനിക്ക് എങ്ങനെയാണ് ഇടേണ്ടത്, നിപ്പിളെങ്ങനെ വെക്കും, പിന്നെ ആ സ്പൂണ് പോലത്തെ സാധനം എങ്ങനെ വെക്കുന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിട്ട. ഇപ്പോഴും എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ അറിഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും എങ്ങനെയൊക്കെയോ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി. പിന്നെ കുറേ കഴിയുമ്പോൾ എങ്ങനെയൊക്കെയോ അത് ഞാൻ ഫിറ്റ് ചെയ്തു. ഈസിയുള്ള കാര്യമാണ്, പക്ഷെ എനിക്കത് അത്ര യൂസ് ചെയ്തിട്ട് അറിയാത്തത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് അതാവുന്നില്ല. പിന്നെ ഇതിലും കൊടുത്തിട്ട് ശീലിക്കണമല്ലോ. നമ്മളിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും പോകുന്നെങ്കിലൊക്കെ ഈ ബോട്ടിൽ ഫീഡും വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് ഇടയ്ക്ക് ഇതിൽ കൊടുക്കാറുണ്ട്, ഇല്ലെങ്കിൽ സ്പൂണിൽ കൊടുക്കും. ആദ്യം കുറച്ചൊക്കെ ഇങ്ങനെ കഴിച്ചു, പിന്നോക്ക് ദേഷ്യം വരാനൊക്കെ തുടങ്ങി, എന്തൊക്കെയോ കളിക്കുന്നുണ്ടായി. ഞാൻ പിന്നെ അതും ഇതൊക്കെ കാണിക്കാനൊക്കെ നോക്കി, എന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാലും കഴിച്ചു ഫുള്ള്. അപ്പോൾ ഇവളെ വാഷ് ചെയ്തിട്ട് ഇങ്ങനെ അമ്മയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാൻ, ഇരുന്നിട്ടുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുത്തിയത്. പിന്നെ അവളെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് റീൽസ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായി. പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അപ്പോൾ റീൽസ് എടുക്കാൻ നോക്കി കുറേ. പിന്നെന്താ, ഓള് വലിയ മൂഡിലുണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് സമയം ഇങ്ങനെ പൂച്ചേനൊക്കെ കണ്ടു. പിന്നെ റൂമിലേക്ക് എടുത്തപ്പോൾ ഫുള്ള് കരച്ചിലായിരുന്നു. പിന്നെ അമ്മ വന്നിട്ടുണ്ടായി. അമ്മ കുറേ കളിപ്പിച്ചു ഓളെ, എന്തൊക്കെയോ ചെയ്തിട്ട് ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ടായി. പിന്നെ ചേച്ചിയും വന്നു, ചേച്ചി ഓളെ എടുത്തു. അപ്പോൾ ഓളിങ്ങനെ ഫുള്ളിങ്ങനെ ചേച്ചീൻ്റെ ഫേസൊക്കെ ഇങ്ങനെ മാന്തി വെക്കുന്നുണ്ടായത്. അപ്പോൾ എന്താ, നല്ല വേദന ഉണ്ടോളൂ അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ അമ്മൂൻ്റെ കയ്യിൽ വന്നതിന് ശേഷം ചേച്ചീനെ നോക്കിയിട്ട് ഇങ്ങനെ ഓളിങ്ങനെ ചിരിക്കുന്നുണ്ടായി. അപ്പോൾ ചേച്ചി എന്തൊക്കെയോ കാണിച്ചാൽ മാത്രമേ ഇവൾ ചിരിക്കൂ. ചേച്ചി അത്ര പരിചയമില്ല. പിന്നെ ഇതാ കീ എടുക്കാനുള്ള വരവാണ്. അപ്പോൾ കീത്തു കൊണ്ടു തന്നതായിരുന്നു. അവള് എവിടെയോ പോകുന്നത് കൊണ്ട് കീ എടുത്തോണ്ട് വന്നത്. അപ്പോൾ അത് ഇവളെ കയ്യിൽ കൊടുത്തിട്ട് ഇവളിങ്ങനെ അതിൽ കളിക്കുന്നുണ്ടായത് കുറേ സമയം. നല്ല സൗണ്ട് ആവുന്നുണ്ടായി. അപ്പോൾ ഒക്കെ എന്തോ പിന്നെ കുറേ സമയം ഇങ്ങനെ അതിൽ കളിക്കുന്നുണ്ടായി. പിന്നെ നമ്മൾ എളുപ്പൻ്റെ അവിടെ പോയി. അപ്പോൾ ഇവർക്ക് പരിചയമില്ലാത്ത ആളെടുത്തപ്പാടാണ് ഓളങ്ങനെ ഉള്ളത്, സൈലൻ്റായിട്ട്. പിന്നെ ചേച്ചിയൊക്കെ കുറേ കളിപ്പിച്ചു. വണ്ടി പോകുമ്പോൾ വണ്ടീനെയും നോക്കുന്നുണ്ടായി. പിന്നെ നമ്മൾ അടുത്ത് തിരിച്ച് വന്നു. പിന്നെ തിരിച്ച് വരുമ്പോൾ വീട്ടിൽ നിന്ന് തൊപ്പി എടുത്തിട്ട് നേരെ ഗേറ്റിനടുത്തേക്ക് വന്നു. അപ്പോൾ അവിടെ ഇവളിങ്ങനെ മുകളിൽ നോക്കി. ഞാൻ വിചാരിക്കുന്നുണ്ട് ഇവളെന്താ ഇങ്ങനെ മുകളിലോട്ട് നോക്കുന്നത്. പിന്നെ നോക്കുമ്പോൾ എന്താ, ആ ഒരു ഡിഷിനായിരുന്നു അവളിങ്ങനെ നോക്കുന്നുണ്ടായത്. എന്തുപോലെ തോന്നുന്നുണ്ടെന്നറിയില്ല, ഫസ്റ്റ് ടൈം ആയിരിക്കും അതിങ്ങനെ കാണുന്നത്. പിന്നെ ഗ്രൗണ്ടിൽ ഇങ്ങനെ എല്ലാവരും കളിക്കുന്നുണ്ടായി. അപ്പോൾ പപ്പ ഇടയ്ക്ക് ഇവളിങ്ങനെ കൊണ്ടുവരും ഇങ്ങോട്ട്, എന്നിട്ട് അത് കാണിക്കും. അപ്പോൾ ഇന്നും എന്താ കുറേ സമയം അത് നോക്കുന്നുണ്ടായി. പിന്നെയും ഓളെ കണ്ണങ്ങോട്ടാ ആ ഡിഷിൻ്റെ അടുത്തേക്ക് തന്നെയായിരുന്നു അത് തന്നെ നോക്കുന്നുണ്ടായത്. പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ ഇങ്ങനെ നിന്നു. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരാൻ നിന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.